നമസ്കാരം. പ്രധാന വാർത്തകൾ. വി.എം. സുധീരൻ കെ.പി.സി.സി പ്രസിഡന്റായി ചുമതലയേറ്റു. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സുധീരൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങിൽ പങ്കെടുത്തില്ല. ഉമ്മൻചാണ്ടി പിന്നീട് കെ.പി.സി.സി ആസ്ഥാനത്തെത്തി സുധീരനെ കണ്ടു. ലാവ്ലിൻ കരാർ സർക്കാരിന് ബോധപൂർവം നഷ്ടമുണ്ടാക്കിയെന്ന കോടതിയിൽ സിബിഐ. പിണറായി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കോടതിയുടെ നോട്ടീസ്. കോടികളുടെ നഷ്ടം കരാർ വരുത്തിവെച്ചുവെന്ന് സർക്കാർ. നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉന്നതതല അന്വേഷണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ നിലമ്പൂരിൽ ഹർത്താൽ. അന്തിമ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കാതെ യു.പി.എ സർക്കാർ. ലോക്സഭയിൽ നാളെ റെയിൽവേ വോട്ട് ഓൺ അക്കൌണ്ട് മന്ത്രി മല്ലികാർജ്ജുന ഖാർഗെ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യാത്രാനിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ചേക്കും. സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയുമായി മാതൃത്വം. കോഴിക്കോട് പറമ്പിൽക്കടവ് യു.പി സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നത് ഒരു കൂട്ടം അമ്മമാർ. 2020 ലോകകപ്പ് ഏഷ്യാകപ്പ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു വി സാംസണിന് ടീമിൽ ഇടം നേടാനായില്ല. വാർത്തകൾ വിശദമായി. കെ.പി.സി.സി പ്രസിഡന്റായി വി.എം. സുധീരൻ ചുമതലയേറ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സമാനമായി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ലെന്നും കെ.പി.സി.സി നിർവാഹക സമിതി ഉടൻ വിളിച്ചു ചേർക്കുമെന്നും സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് വി.എം. സുധീരൻ പറഞ്ഞു. കെ.പി.സി.സി വൈസ് പ്രസിഡന്റായി വി.ഡി. സതീശനും ചുമതലയേറ്റു. ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. കെ.പി.സി.സി പ്രസിഡന്റായി സ്ഥാനമേറ്റെടുക്കുന്നതിന് മുമ്പ് വി.എം. സുധീരൻ രാവിലെ 9:30 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചു. ചെന്നിത്തലയുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടുനിന്നു. മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിക്കാം എന്ന് പറഞ്ഞ് ഇരുവരും ഒരു കാറിൽ ഇന്ദിരാഭവനിലേക്ക് പോയി. തെന്നല ബാലകൃഷ്ണപിള്ള, കെ. മുരളീധരൻ ഉൾപ്പെടെയുള്ള മുൻ കെ.പി.സി.സി പ്രസിഡന്റുമാർ, കെ.പി.സി.സി ഭാരവാഹികൾ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ, മന്ത്രിമാർ, കോൺഗ്രസ് പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. ചടങ്ങ് പുരോഗമിക്കവെ അപ്രതീക്ഷിതമായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയെത്തി അഭിനന്ദനം അറിയിച്ചു. വി.എം. സുധീരന്റെ സജീവ സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്ന യഥാർത്ഥ സമയത്താണ് ഹൈക്കമാൻഡ് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം നൽകിയതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തുടർന്ന് വി.എം. സുധീരൻ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവർ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. കെ.പി.സി.സി പ്രസിഡന്റായി പ്രവർത്തിച്ച 9 വർഷക്കാലം എല്ലാ പിന്തുണയും നൽകിയവർക്ക് ചെന്നിത്തല നന്ദി രേഖപ്പെടുത്തി. നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിമർശനം നടത്തിയവർ പോലും ഇപ്പോൾ യു.ഡി.എഫ് സർക്കാരിന്റെ സ്ഥിരതയെ ചോദ്യം ചെയ്യുന്നില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിൽ ഇനിയും വസന്തകാലം തന്നെയാണെന്നും ചെന്നിത്തല പറഞ്ഞു. പുതിയ പ്രസിഡന്റായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ വി.എം. സുധീരനെ ചാർജെടുക്കുന്ന ദിവസമാണ്. നമ്മുടെ പ്രിയങ്കരനായ വി.ഡി. സതീശനെ കെ.പി.സി.സിയുടെ ഉപാധ്യക്ഷനായും നിയോഗിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കെ.പി.സി.സി ഓഫീസിൽ ലഭിക്കുകയുണ്ടായി. കെ.പി.സി.സി നിർവാഹക സമിതി യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ മാസം 15-ാം തീയതി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എറണാകുളത്ത് പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്നും വി.എം. സുധീരൻ പറഞ്ഞു. പ്രതികരണങ്ങൾ പാർട്ടി വേദികളിൽ തന്നെ പറയണമെന്നും നയത്തിൽ വ്യതിയാനം വരാതെയുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുക എന്നും വി.എം. സുധീരൻ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു, വരാത്തത് എന്തെന്ന് അറിയില്ല എന്നായിരുന്നു മറുപടി. ചടങ്ങുകൾ തീർന്ന് അരമണിക്കൂറിന് ശേഷമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ കെ.പി.സി.സി ആസ്ഥാനത്തെത്തിയത്. പ്രഭാതം ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിലെ ഇരു ഗ്രൂപ്പുകൾക്കും ഏറ്റ അപ്രതീക്ഷിത പ്രഹരമാണ് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വി.എം. സുധീരന്റെ വരവ്. കോൺഗ്രസിൽ എക്കാലത്തും വിമത ശബ്ദമുയർത്തിപ്പോന്ന സുധീരന് സ്വന്തം പാർട്ടിയിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ യോജിപ്പിക്കുക എന്ന വെല്ലുവിളിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. കോൺഗ്രസിലെ ഇരു ഗ്രൂപ്പുകൾക്കുമിടയിലുള്ള മതിലും ചാരി നിൽക്കുകയായിരുന്നു വി.എം. സുധീരൻ. പ്രഖ്യാപനം വന്നപ്പോൾ കാര്യം നടന്നു. മുഖ്യമന്ത്രിയും കെ.പി.സി.സി അധ്യക്ഷനും ഒരുപോലെ ആവശ്യപ്പെട്ട ജി കാർത്തികേയന്റെ പേർ അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു. പാർട്ടി പരിപാടികളിൽ മുഖം മാത്രം കാണിച്ച് യഥാർത്ഥ മുഖം പ്രസ്താവനകളിലും പ്രതികരണങ്ങളിലും പ്രതിഫലിപ്പിച്ചു പോന്ന വി.എം. സുധീരന് ഇനി പഴയപടി മുഖം മിനുക്കാൻ കഴിയില്ല. സ്വന്തം പാർട്ടിയിലെ വിമത ശബ്ദം, ഭരണപക്ഷത്തെ പ്രതിപക്ഷം എന്നിങ്ങനെ നീളും സുധീരനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ. സുധീരൻ കെ.പി.സി.സി പ്രസിഡന്റാകുമെന്ന് ഇരു ഗ്രൂപ്പിലും പെട്ടവർ വിശ്വസിച്ചിരുന്നില്ല. പ്രഖ്യാപനം ഒരു തരത്തിൽ അവർക്ക് ആഘാതമാണ്. കാർത്തികേയന്റെ പേർ പ്രഖ്യാപിക്കപ്പെടുമെന്ന ധാരണ നിലനിൽക്കുകയാണ് എല്ലാം മാറിമറിഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ മുഖം മിനുക്കൽ ഫോർമുലയാണ് കാര്യങ്ങൾ മാറ്റിയതിന് പിന്നിലെന്ന് കരുതുന്നു. രാഷ്ട്രീയ വിവാദങ്ങളിൽ പലപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം തോൾ ചേർന്ന സുധീരൻ ഇനി ഇടതുപക്ഷത്തെ നേരിടാൻ പോകുകയാണ്, സ്വന്തം പാർട്ടിയെയും. പൊളിറ്റിക്കൽ ഡെസ്ക്, പ്രഭാതം ന്യൂസ്.
കേരളത്തിന്റെ വളർച്ചാ നിരക്ക് 8.2%, ദേശീയ നിരക്കിനേക്കാൾ കൂടുതലാണെന്നും കേരളത്തിന്റെ സാമ്പത്തിക വികസനം സുസ്ഥിരമായ വികസനത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDF സർക്കാരിന്റെ വികസനവും കരുതലുമെന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമാണിത്. കേരള മോഡൽ വികസനം അഭിമാനകരമാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നാഷണൽ സെമിനാർ ഓൺ ബജറ്റ് അക്കൌണ്ടബിലിറ്റി ആൻഡ് എക്കണോമിക് ഗവേണൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാർ ഇന്ന് 1000 ദിവസങ്ങൾ തികച്ചു. ഇതിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ 7 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കീഴ്ക്കോടതി വിധിക്കെതിരെ CBI ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിവിഷൻ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ജസ്റ്റിസ് K. രാമകൃഷ്ണന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ലാവ്ലിൻ കേസിൽ കോടിക്കണക്കിന് രൂപ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് CBI കോടതിയെ ധരിപ്പിച്ചു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കോടതി CBIക്ക് നിർദ്ദേശം നൽകി. പിണറായി വിജയൻ ഉൾപ്പെടെ 7 പ്രതികൾക്ക് കോടതി നോട്ടീസ് അയക്കും. നിലമ്പൂരിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലെ തൂപ്പുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഉന്നതതല സംഘം അന്വേഷണം നടത്തും. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. സംഭവത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂരിൽ LDFും BJPയും നടത്തിയ പ്രതിഷേധ മാർച്ച് ചെറിയ തോതിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. നിലമ്പൂരിൽ നാളെ ഹർത്താലിന് LDFും BJPയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും ഓഫീസ് സെക്രട്ടറിയുമായിരുന്ന 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് കൈമാറും. കേസിലെ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കാനായി നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP ഈ കത്ത് നൽകും. രാജ്യാന്തര തീവ്രവാദ ബന്ധം സംശയിക്കുന്ന കള്ളക്കടത്തുകാരൻ ഫയാസിന് കൊലയാളി സംഘവുമായുള്ള ബന്ധം പരിഗണിച്ചാൽ ഉന്നതതല അന്വേഷണം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലൂടെ VS ആവശ്യപ്പെട്ടിരുന്നു. കത്ത് രമേശ് ചെന്നിത്തല ചൊവ്വാഴ്ച DGPക്ക് കൈമാറും. അറബി വേഷത്തിൽ ഫയാസ് ജയിൽ സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഫയാസിന് കൊലയാളികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകാനാണ് സാധ്യത. SP VK അക്ബറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. CPIM ഉന്നത നേതൃത്വത്തിന് TP വധത്തിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന KK രമയുടെ പരാതി അന്വേഷിക്കാനായി ADGP ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് സർക്കാർ നീക്കം. അതേസമയം കേസിൽ CBI അന്വേഷണത്തോട് CPIM എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ VS അനുകൂല നിലപാട് എടുത്തത് പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. VSന്റെ നിലപാടിനെ പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന നേതൃത്വവും തള്ളിപ്പറയുകയും ചെയ്തു. പ്രഭാതം ന്യൂസ്, തിരുവനന്തപുരം. ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് 2ാം ദിവസത്തിലേക്ക്. ബാങ്ക് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും ഐക്യവേദിയായ യുണൈറ്റഡ് ഫോറം ഫോർ ബാങ്ക് യൂണിയൻസ് ഇന്നലെ ആരംഭിച്ച പണിമുടക്ക് തുടരുകയാണ്. രാജ്യത്തെ പൊതുമേഖലാ, സ്വകാര്യ, വിദേശ, ഗ്രാമീണ ബാങ്കുകളിലെ 10 ലക്ഷത്തോളം ജീവനക്കാരും ഓഫീസർമാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നു. 2ാം UPA സർക്കാരിന്റെ അവസാന റെയിൽവേ വോട്ട് ഓൺ അക്കൌണ്ട് റെയിൽവേ മന്ത്രി മല്ലികാർജ്ജുന ഖാർഗെ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. 30ലധികം പുതിയ തീവണ്ടികൾ, നിലവിലുള്ളവയുടെ സർവീസ് വർദ്ധിപ്പിക്കൽ, പുതിയ റെയിൽവേ ലൈനുകൾക്കായി പണം അനുവദിക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യാത്രാനിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. നടി മീര ജാസ്മിന്റെ വിവാഹം നാളെ. തിരുവനന്തപുരം സ്വദേശി അനിൽ ജോൺ ടൈറ്റസാണ് വരൻ. തിരുവനന്തപുരം പാളയം LMS പള്ളിയിൽ വെച്ചാണ് വിവാഹം. നേരത്തെ ഇരുവരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കൊച്ചിയിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു. തെലങ്കാന രൂപീകരണ ബില്ലിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ലോക്സഭയിലും രാജ്യസഭയിലും ശബ്ദമാനമായ അന്തരീക്ഷമാണ് ഉടലെടുത്തത്. ആന്ധ്രയിൽ നിന്നുമുള്ള 6 കോൺഗ്രസ് MPമാരെ ഇതേ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. സഭ വീണ്ടും നാളെ ചേരും. ഇനിയൊരു ഇടവേള. സ്നേഹം മധുരമാണ്. സ്നേഹത്തിൽ ചാലിച്ച് എന്തു നൽകുമ്പോഴും അത് പ്രിയപ്പെട്ടതാകും. കോഴിക്കോട് പറമ്പിൽക്കടവ് UP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി മാതൃകയാവുകയാണ് ഒരു കൂട്ടം അമ്മമാർ. അമ്മമാരുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. അറിവ് പോലെ തന്നെ കളങ്കമില്ലാത്ത ഭക്ഷണവും കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു കൂട്ടം അമ്മമാർ. പ്രഭാത ഭക്ഷണം ആരോഗ്യത്തിന് പ്രധാനമെന്ന കാര്യം മനസ്സിലാക്കി മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാവുകയാണ് പറമ്പിൽക്കടവ് UP സ്കൂൾ. അമ്മമാരുടെ കൈപുണ്യത്താൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി നൽകുന്ന സ്നേഹപ്രാതൽ എന്ന പദ്ധതിയിലൂടെ അധ്യാപകരുടെയും PTA നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാതെ സ്കൂളിലെത്തുന്ന പല കുട്ടികൾക്കും ക്ഷീണവും ശാരീരികക്ഷമത കുറവും കണ്ടുവരുന്നതിനാലാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കമായത്. ഓരോ ഡിവിഷനിലെയും രക്ഷിതാക്കൾ ഓരോ ദിവസം ഭക്ഷണം പാകം ചെയ്യാൻ സ്കൂളിലെത്തും.
കലർപ്പില്ലാത്ത ഭക്ഷണം സ്നേഹത്തിൽ ചാലിച്ച് കുട്ടികൾക്ക് നൽകുമ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ മഹത്വമായാണ് ഇവർ കാണുന്നത്. 2 മക്കൾ ഇവിടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രാവിലെ വന്ന് എന്ത് സഹായം ചെയ്യാനും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്ത് സമയം മാറ്റി വെച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിക്കും. എല്ലാ കുട്ടികളും ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ തന്നെ കരുതി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പുട്ട്, പത്തിരി, ഉപ്പുമാവ്, ചക്കരച്ചോർ തുടങ്ങിയ വിഭവങ്ങളും ചെറുപയർ, കടല, പട്ടാണി, മുട്ടക്കറി, കുറുമ തുടങ്ങിയ കറികളും കൂടാതെ ചായ, കാപ്പി, പാൽ, പഴം എന്നിങ്ങനെ പ്രഭാത ഭക്ഷണം സമ്പന്നമാണ്. ഇങ്ങനെയൊക്കെ സൽക്കരിച്ചാൽ ഏതു മടിയനും ഒന്ന് സ്കൂളിൽ പോയേക്കാം എന്ന് തോന്നിയേക്കാം. പറമ്പിൽക്കടവ് UP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി കഴിക്കാം അമ്മമാരുടെ സ്നേഹത്തിൽ ചാലിച്ച പ്രാതൽ. ക്യാമറമാൻ വിനീഷിനൊപ്പം MS ലിഷോയ്, പ്രഭാത ന്യൂസ്, കോഴിക്കോട്. ആസ്വാദനത്തിനൊപ്പം ആശ്വാസത്തിന്റെയും ഉപാധിയാവുകയാണ് കല. രോഗികൾക്കും നിരാലംബർക്കും ചിത്രകലയിലൂടെ പ്രതീക്ഷയും ആശ്വാസവും നൽകുകയാണ് ചില കലാകാരന്മാർ. ബിനാലെ കേരളീയനെ കലയിലേക്ക് കൂടുതൽ അടുപ്പിച്ചപ്പോൾ ഡാനിയൽ കോണൽ കലയിലൂടെ രോഗികൾക്ക് സാന്ത്വനമാവുന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതോ കല സമൂഹത്തോട് ഇഴചേരണമെന്ന മനോഭാവവും. രോഗം എന്നത് ഒരു അവസ്ഥയായി കണ്ട് സർക്കാർ ആശുപത്രിയിലെ ഓരോ രോഗിയെയും തന്റെ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് ഈ ഓസ്ട്രേലിയക്കാരൻ. The role of art is to continually tap our society on the shoulder and say, remember you're a human being. Remember your mother, your father, your grandfather. Remember your sisters. Remember the world. Remember God. Remember all those things that are important to you, which we sometimes forget in our rushing around. മനസ്സിനെ മുഖമായി പ്രതിഫലിപ്പിക്കുന്ന പോർട്രേറ്റുകൾ രോഗികൾക്ക് തന്നെ സമ്മാനിച്ച് ഡാനിയേൽ കലയിലൂടെ സംവദിക്കുന്നു. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ക്ലീവ്ലാൻഡ് ക്ലിനിക്കിനോടൊന്നു ചേർന്ന് സംഘടിപ്പിച്ച ആർട്സ് ആൻഡ് മെഡിസിൻ ഫോർ ഇന്ത്യ എന്ന പദ്ധതി ആരോഗ്യ മേഖലയിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. കലയുടെ നന്മ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മനുഷ്യനെ ഉപകരിക്കുന്ന രീതിയിൽ സാന്ത്വനമായും ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു തത്വമാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജാണ്, സന്ദേശമാണ് ഞങ്ങൾ ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അശരണരും നിരാലംബരുമായ രോഗികൾക്ക് ക്യാൻവാസിലൂടെ ആശ്വാസം പകരുമ്പോൾ കല ഇറങ്ങിച്ചെല്ലുന്നത് സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് കൂടിയാണ്. കല മനുഷ്യനു വേണ്ടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാവുന്നു അത്. ദിനി സത്യൻ, പ്രഭാത ന്യൂസ്, കൊച്ചി. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി D. വിനയചന്ദ്രന്റെ ഓർമ്മയ്ക്ക് ഇന്നേക്ക് 1 വയസ്സ് തികഞ്ഞു. ലാളിത്യമുള്ള വരികളിലൂടെ ആസ്വാദകർക്ക് കവിതയുടെ ഹൃദ്യത പകർന്നു നൽകിയ കവിയായിരുന്നു വിനയചന്ദ്രൻ. കവിതയ്ക്കും അതിന്റെ ചൊൽക്കാഴ്ചയ്ക്കുമായി ജീവിതത്തെ പകർത്തിവെച്ചു D. വിനയചന്ദ്രൻ. കവിതയുടെ കാടകങ്ങളിലൂടെയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പദയാത്രകൾ. പാഥേയമായി ഒരു പിടി നല്ല കവിതകൾ മാത്രം. നന്ദുടി കൊട്ടി പടിവാതിലെത്തിയിട്ടു പാഞ്ഞും പാടുന്നു, ഉണരുണരു തുയിലുണരു മാളോരേ തുയിലുണരു ഉണരുണരു. കവിതയുടെ വിഭിന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ഭാഷയുടെ ദിശാസൂചിയായി നിൽക്കാൻ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1946 മെയ് 16 കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറെ കല്ലടയിൽ ജനനം. ഭൌതികശാസ്ത്രത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദവും നേടി. തുടർന്ന് വിവിധ സർക്കാർ കലാലയങ്ങളിൽ അധ്യാപകനായി. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ സാഹിത്യ പ്രവർത്തനത്തിലേക്ക്. കവിതാരചനയ്ക്കും വായനയ്ക്കുമായി ഒറ്റയ്ക്കുള്ള താമസം. അതിനായി ഒരു വാടക വീട് മാത്രം. അവിടെ അതിഥികളായി വന്നുപോയിക്കൊണ്ടിരുന്നു പുസ്തകങ്ങളും എഴുത്തുകാരും. മലയാളത്തിന്റെ ഗ്രാമങ്ങളിലൂടെ മതിവരാതെ കവിത ചൊല്ലി നടന്നു വിനയചന്ദ്രൻ. അതിൽ നവഭാവുകത്വത്തിന്റെ ദളങ്ങൾ വിടർന്നു. നാടൻ ശീലുകളെ ചേർത്തുവച്ചു. മുറിക്കരിക്കും തന്ന് കൊല്ലാക്കൊല ചെയ്യണേ, അരത്തൊണ്ട് കള്ളും തന്ന് കൊല്ലാക്കൊല ചെയ്യ. കേരള സാഹിത്യ അക്കാദമി അവാർഡും ആശാൻ പുരസ്കാരവും ലഭിച്ചെങ്കിലും ആവശ്യമായ പരിഗണനയോ അർഹമായ സ്മാരകമോ അധികൃതരുടെ ഭാഗത്തുനിന്നും കണ്ടില്ല. ജീവിതത്തെ കവിതയുമായി വിളക്കി വേർതിരിക്കാനാവാത്ത രസതന്ത്രം തീർത്ത് D. വിനയചന്ദ്രൻ എന്ന കാവ്യഗോപുരം നടന്നു നീങ്ങി അകലങ്ങളിലേക്ക്. വിനയചന്ദ്രൻ മാഷിന് പ്രഭാതം ന്യൂസിന്റെ ശ്രദ്ധാഞ്ജലി. കൾച്ചറൽ ഡെസ്ക്, പ്രഭാതം ന്യൂസ്. സ്ത്രീകളോട് നിറഞ്ഞ ചിരിയുമായി എത്തുന്ന പൂവാലന്മാർ ഇനി മുതൽ സൂക്ഷിക്കുക. സുരക്ഷയ്ക്കായി സ്ത്രീകൾക്ക് തോക്കുപരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. ഫ്ലോറിഡയിലെ ഒരു കൂട്ടം സ്ത്രീകളാണ് തോക്കുപരിശീലനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.
സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുവരികയാണ്. എന്നാൽ സുരക്ഷയ്ക്കായി കൈത്തോക്കുവരെ പരിശീലിക്കുകയാണ് ഫ്ലോറിഡയിലെ ഒരു കൂട്ടം സ്ത്രീകൾ. നിരവധി സ്ത്രീകളാണ് ഫ്ലോറിഡയിൽ കൈത്തോക്ക് പരിശീലിക്കുന്നതിനായി രംഗത്തെത്തിയിരിക്കുന്നത്. ലിസ ഡൂട്ട്ലി എന്ന ചെറുപ്പക്കാരിയാണ് പരിശീലക. പ്രായവ്യത്യാസമില്ലാതെ എല്ലാ പ്രായത്തിലെയും സ്ത്രീകളും തോക്ക് പരിശീലിക്കുന്നതിനായി എത്തുന്നുവെന്നത് മറ്റൊരു സവിശേഷത. 8 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള സ്ത്രീകൾ പരിശീലനത്തിനായി എത്തുന്നുവെന്നത് വേറിട്ടതാക്കുന്നു. ഭയാനകമായ ഏത് സാഹചര്യത്തിലും തോക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പരിശീലനം നേടി കഴിഞ്ഞുവെന്നും 23-കാരിയായ ആഷ്ലെ കാസൽ പറയുന്നു. തോക്ക് പരിശീലിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും കാസ്ലെ പറയാൻ മറന്നില്ല. സ്ത്രീകൾക്ക് സുരക്ഷ ലഭിക്കുന്നതിനായി തോക്ക് നിർബന്ധമായും പരിശീലിക്കണമെന്നും പരിശീലക ലിസ ഡൂട്ട്ലെ പറയുന്നു. സുരക്ഷയില്ലാത്ത ഇന്നത്തെ ലോകത്ത് സ്ത്രീകൾക്ക് തോക്ക് കൈവശം വയ്ക്കാൻ അവകാശമുണ്ടെന്നും അധ്യാപികയായ സാമന്ത സിൽവർ കൂട്ടിച്ചേർത്തു. ഏതായാലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള തോക്ക് പരിശീലനം ഏറെ നേട്ടമുണ്ടാക്കുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, പ്രഭാതം ന്യൂസ്. ശൈത്യകാലം മനുഷ്യരെ പോലെ മറ്റ് ജീവികളെയും മടിപിടിപ്പിക്കുകയാണ്. ബ്രിട്ടനിലെ മറൈൻ സാങ്ച്വറിലെ 2 പെൻഗ്വിനുകൾ ശൈത്യകാലത്തും അലസരായി കഴിയുന്നത് ഇങ്ങനെ പറയാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ബ്രിട്ടനിൽ ശൈത്യകാലം അതികഠിനമാണ്. പെൻഗ്വിനുകൾക്കാവട്ടെ തണുപ്പ് ഏറെ ഇഷ്ടവും. എന്നാൽ ഇവിടുത്തെ സീ ലൈഫ് മറൈൻ സാങ്ച്വറിയിലെ 2 പെൻഗ്വിനുകളാണ് പതിവിന് വിരുദ്ധമായി കഴിയുന്നത്. മറ്റു പെൻഗ്വിനുകളെപ്പോലെ ശൈത്യകാലത്തെ ആഹ്ലാദമൊന്നും ഇവരിൽ കാണാനില്ല. ചിലി, പെറു എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ പെൻഗ്വിനുകളാണിവർ. ബ്രിട്ടനിലെ അതിശൈത്യം താങ്ങാൻ ഇവർക്ക് കഴിയുന്നില്ലത്രേ. ഹംബോൾട്ട് ഇനത്തിൽപ്പെട്ട ഈ 2 പേർ മറ്റു പെൻഗ്വിനുകളുമായി കൂട്ടുകൂടാനോ കളിക്കാനോ തയ്യാറല്ല. കൂട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാനാണ് താൽപര്യം. പെൻഗ്വിനുകൾ പൊതുവെ മനുഷ്യരെ പോലെയാണ്. ദുഃഖവും സന്തോഷവുമെല്ലാം കൃത്യമായി പ്രകടിപ്പിക്കും. എന്നാൽ ഇവരെ സന്തോഷിപ്പിക്കാൻ ഇവിടത്തെ പരിപാലകർ 18 അടവും പയറ്റുകയാണ്. തീറ്റയിൽ മരുന്നുവെച്ച് നൽകലാണ് ഒടുവിൽ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ വെബ്സൈറ്റിന്റെ കണക്കുപ്രകാരം 10 പെൻഗ്വിനുകളും പന്നിക്കുട്ടികളും അവയുടെ ഇണകളായ ഗോൺസോയുമാണ് ഇപ്പോൾ സ്കാബോ സീ ലൈഫ് സാങ്ച്വറിയിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, പ്രഭാതം ന്യൂസ്. മഞ്ഞുകട്ടകൾ കൊണ്ട് പല രൂപങ്ങളും ഉണ്ടാക്കാം. എന്നാൽ സംഗീതമുണ്ടാക്കിയാലോ? മഞ്ഞുകട്ടകൾ കൊണ്ട് വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുകയാണ് നോർവേക്കാർ. മഞ്ഞുപാളികൾ കൊണ്ട് സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കി അവയിൽ സംഗീതം ചെയ്യുന്നവരാണ് നോർവേക്കാർ. മഞ്ഞ് സംഗീതോത്സവം എന്നാണ് നോർവേക്കാർ ഇതിനെ പറയുന്നത്. പ്രകൃതിയിലെ തന്നെ മഞ്ഞുകട്ടകൾ കൊണ്ടാണ് വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉത്സവം നടന്നത് നോർവീജിയൻ കുന്നുകളിലെ ഗലീലിയോ പട്ടണത്തിലാണ്. കഴിഞ്ഞ 9 വർഷമായി മഞ്ഞ് സംഗീതോത്സവം ഇവിടെ നടക്കുന്നുണ്ട്. ഈ വർഷം ഉത്സവത്തിന് നോർവേ, സ്വീഡൻ, എസ്റ്റോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ എത്തിയിരുന്നു. ഡ്രംസ്, ഹോൺസ്, ബ്രാസ് ബാൻഡ് തുടങ്ങിയവ മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അവർ സംഗീതമേളയും നടത്തി. സെൻട്രൽ ഗലീലിയോയിലായിരുന്നു ഈ വർഷം ഉത്സവം നടന്നത്. 1000-ലധികം അതിഥികൾ ഉത്സവം കാണാൻ എത്തിയിരുന്നു. വരും വർഷത്തിലേക്കുള്ള മഞ്ഞ് സംഗീതോത്സവത്തിന്റെ ഒരുക്കത്തിലാണ് സംഘാടകർ. ഇന്റർനാഷണൽ ഡെസ്ക്, പ്രഭാതം ന്യൂസ്. കോഴിക്കോട്ടെ കരാട്ടെ അധ്യാപകർക്ക് ആവേശമായി ജപ്പാൻ ഗ്രാൻഡ് മാസ്റ്റർ ഷിഹാൻ സസാക്കി തോഷിയാറ്റ്സു. 72-കാരനായ ഇദ്ദേഹം ഇമ തെറ്റാതെ ചുവടുപിഴയ്ക്കാതെ അടവുകൾ പ്രയോഗിച്ചപ്പോൾ സ്തബ്ധരായത് 100 കണക്കിന് കരാട്ടെ അധ്യാപകരാണ്. കരാട്ടയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായ ഗ്രാൻഡ് മാസ്റ്റർ ഷിഹാൻ സസാക്കി തോഷിയാറ്റ്സു 12ാം തവണയാണ് ഇന്ത്യയിലെത്തുന്നത്. പ്രായത്തിന്റേതായ വെല്ലുവിളികളില്ലാതെ കേരളത്തിലെ കരാട്ടക്കാർക്ക് പരിചിതമില്ലാത്ത അഭ്യാസമുറകൾ അവതരിപ്പിച്ചാണ് തോഷിയാറ്റ്സു കോഴിക്കോട് ചക്കുരത്തുകളും കരാട്ടെ അധ്യാപകരുടെ മനം കവർന്നത്. 2 മണിക്കൂറിലധികം മാസ്റ്റർ ഇവരോടൊപ്പം ചെലവഴിച്ചു. അഭ്യാസികൾ വരുത്തുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു നൽകി. വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ ആദ്യകാല റഫറിയും ജപ്പാൻ കരാട്ടെ മാരിയോഷിക്ക ഓർഗനൈസേഷന്റെ സ്ഥാപകനുമാണ്. കരാട്ടെ പ്രചരണത്തിനായാണ് തോഷിയാറ്റ്സു ഇന്ത്യയിലെത്തിയത്. പാലായിലെ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്താണ് മാസ്റ്റർ കോഴിക്കോട്ടെത്തിയത്. അടുത്ത ദിവസം തോഷിയാറ്റ്സു ഗുജറാത്തിലേക്ക് പോകും. പ്രഭാതം ന്യൂസ്, കോഴിക്കോട്. ഇനി കായിക വാർത്തകൾ. ഏഷ്യ കപ്പ് 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏഷ്യ കപ്പ് ടീമിൽ നിന്നും മധ്യനിര ബാറ്റ്സ്മാൻ സുരേഷ് റെയ്നയെ ഒഴിവാക്കി. ചേതേശ്വർ പൂജാരയെ ടീമിൽ ഉൾപ്പെടുത്തി. സ്റ്റുവർട്ട് ബെന്നി, ഈശ്വർ പാണ്ഡെ, വരുൺ ആരോൺ എന്നിവരും ടീമിലുണ്ട്. 2020 സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന മലയാളി താരം സഞ്ജു വി സാംസണിന്
ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. 2020 ടീമിൽ യുവരാജ് സിംഗ് ഇടം പിടിച്ചു. ഇരു ടീമുകളെയും MS ധോണി നയിക്കും. രാജ്യാന്തര ഒളിമ്പിക്സ് കൌൺസിൽ ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. IOC നിർദ്ദേശങ്ങളനുസരിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്തിയ സാഹചര്യത്തിലാണ് ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചത്. IOC വിലക്ക് പിൻവലിച്ച കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജീവ് മെഹ്ത്ത അറിയിച്ചു. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെയും ക്രിമിനൽ കേസുകളിൽ കുറ്റപത്രം ലഭിച്ചിട്ടുള്ളവരെയും ഒഴിവാക്കി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് 2012 ഡിസംബർ 4-ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOC വിലക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. VM സുധീരൻ KPCC പ്രസിഡന്റായി ചുമതലയേറ്റു. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സുധീരൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങിൽ പങ്കെടുത്തില്ല. ഉമ്മൻചാണ്ടി പിന്നീട് KPCC ആസ്ഥാനത്തെത്തി സുധീരനെ കണ്ടു. ലാവ്ലിൻ കരാർ സർക്കാരിന് ബോധപൂർവം നഷ്ടമുണ്ടാക്കിയെന്ന കോടതിയിൽ CBI. പിണറായി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കോടതിയുടെ നോട്ടീസ്. കോടികളുടെ നഷ്ടം കരാർ വരുത്തിവെച്ചുവെന്ന് സർക്കാർ. നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉന്നതതല അന്വേഷണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ നിലമ്പൂരിൽ ഹർത്താൽ. അന്തിമ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കാതെ UPA സർക്കാർ. ലോക്സഭയിൽ നാളെ റെയിൽവേ വോട്ട് ഓൺ അക്കൌണ്ട് മന്ത്രി മല്ലികാർജ്ജുന ഖാർഗെ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യാത്രാനിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ചേക്കും. സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയുമായി മാതൃത്വം. കോഴിക്കോട് പറമ്പിൽക്കടവ് UP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണമൊരുക്കുന്നത് ഒരു കൂട്ടം അമ്മമാർ. 2020 ലോകകപ്പ് ഏഷ്യാകപ്പ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു V സാംസണിന് ടീമിൽ ഇടം നേടാനായില്ല. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.